السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. أقم الصلاة على النبي محمد فقبولها حتم بغير تردد. أعمالنا بين القبول وردها إلا الصلاة على النبي محمد وعلى محمد سيدنا وحبيبنا مصطفى محمد. സർവ്വോദയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ അനുഗ്രഹം കൊണ്ട് ഈ പരിശുദ്ധമാകപ്പെട്ട പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ ഇതിനേക്കാളും മനോഹരമായ സ്വർഗീയ ലോകത്ത് നമ്മെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗതകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ സർവ്വ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് ഇവർക്ക് മാറുന്നതിന് അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലാണ് ഞാൻ നിങ്ങളുള്ളത്. അൽഹംദുലില്ലാഹ്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മനോഹരമായ മാസങ്ങളാണ് ഞാൻ നിങ്ങളുള്ളത്. എവിടെ നോക്കിയാലും പ്രവാചക പ്രകീർത്തനങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ സദസ്സുകളും സന്ദർഭങ്ങളുമാണ് നമുക്ക് ചുറ്റുമുള്ളത്. വിശേഷിച്ച് നമ്മുടെ പള്ളികളിലും നമ്മുടെ വീടുകളിലും എല്ലാം മൗലിദ സദസ്സുകൾ സംഘടിപ്പിക്കുകയും മൗലിദ പോകുന്നതിന്റെ എല്ലാം ലക്ഷ്യം ഹുബ്ബുൻ നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അവാച്യമായ അളവറ്റ സ്നേഹപ്രകടനമാണ്. ലോകത്തൊരു നേതാവിനും ഇതുപോലെ തന്റെ അനുയായികളെ സ്നേഹിക്കുന്നത് ഒരിക്കലും കാണാൻ കഴിയില്ല. നമ്മളൊക്കെ ഒരുപാട് നേതാക്കന്മാരെ കാണുന്നവരാണ്. ആ നേതാക്കന്മാർക്കൊന്നുമില്ലാത്തൊരു പ്രത്യേകത ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. ഇതുപോലെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു പ്രവാചകർ ലോകത്തൊരു നേതാവിനെ തന്നെ അനുയായികൾ ഇതുപോലെ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. അത് ഉറപ്പാണ്, അത് യാതൊരു സംശയമില്ല.
കാരണം ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെ മാത്രം ഇത്തിബാ ചെയ്യുകയല്ല, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ സകല നിഖില മേഖലകളിലും എങ്ങനെയൊക്കെ നമുക്ക് പിൻപറ്റാൻ കഴിയുമോ അത്രത്തോളം പിൻപറ്റിയവരാണ് അവിടുത്തെ അനുയായി. കാരണം അവിടെ എല്ലാം മാതൃകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ നിലയിലും ഉസ്വത്തുൻ ഹസന, എവിടെ നോക്കിയാലും നിങ്ങൾക്ക് മാതൃകയാക്കാൻ കഴിയുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാം. അതുകൊണ്ടാണ് നിബിധങ്ങളുടെ ചലനനിശ്ചലങ്ങളിൽ പോലും, നിബിധങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നുപോയ ഒരു വഴി, ഒരു മരമുണ്ടായിരുന്നു. അവിടെ നിബിധങ്ങൾ കുരിഞ്ഞിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പിൽക്കാലത്ത് ആ മരമൊക്കെ മുറിച്ച് മാറ്റിയപ്പോഴും അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന ആ സ്വഹാബികൾ ആ മരം മുറിക്കപ്പെട്ടുവെങ്കിലും പിന്നീടും അതുപോലെ നടന്നു പോയപ്പോൾ, ആ ഭാഗത്തേക്കുള്ള കുനിഞ്ഞു പോയപ്പോൾ മറ്റുള്ളവർ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? വർഷങ്ങൾക്ക് മുന്നേ എന്റെ ഹബീബ് അങ്ങനെ പോയതുകൊണ്ടാണ് ഞാനും അങ്ങനെ പോയി എന്ന് പറഞ്ഞ് അത്രത്തോളം ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഇത്തിബാ ചെയ്തു പോയവരായിരുന്നു നമ്മുടെ സ്വഹാബികൾ. അവിടുത്തെ അനുചരവൃന്ദങ്ങളായ നമ്മളും അതേ പാതയിൽ നമ്മൾ കടന്നു പോകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിയതിലേക്ക് മാറട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരണമായിട്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളെയും അല്ലാഹു പടച്ചിരിക്കുന്നത്. ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ, അല്ലാഹുവിന്റെ ഹബീബിനെ പടയ്ക്കുമായിരുന്നില്ല എങ്കിൽ, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ഭൗമഗോള മണ്ഡലങ്ങളെ അല്ലാഹു പടയ്ക്കുമായിരുന്നില്ല. അത്രത്തോളം അല്ലാഹു ഇഷ്ടപ്പെട്ട ഹബീബാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരു മനുഷ്യൻ അല്ലാഹു മനുഷ്യനെ നശിപ്പിക്കാനാണ് അവന്റെ തീരുമാനമെങ്കിൽ, അവനെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കാനാണ് അല്ലാഹുവിന്റെ തീരുമാനമെങ്കിൽ, അല്ലാഹു തീരുമാനമെടുത്തിട്ടുള്ളതെങ്കിൽ, അവൻ നബിതങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ഇല്ലെന്ന മനുഷ്യനാണെങ്കിൽ ആ തീരുമാനം പോലും ആ സ്വലാത്ത് കാരണമായി, നബിതങ്ങളുടെ മേൽ ചൊല്ലിയ സ്വലാത്ത് കാരണമായി, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഹബ്ബ് കാരണമായിട്ട് ആ വിധി പോലും അല്ലാഹു മാറ്റിമറിക്കുമെന്ന് മഹാന്മാരായ അയിമ്മത്തുൽ പഠിപ്പിച്ചു തരികയാണ്. അത്രത്തോളം പവിത്രതയാണ് അഷ്റഫുൽ ഖൽഖുകളല്ലേ നമ്മൾ പറഞ്ഞു വരുന്നത്. ഇതുപോലെ അല്ലാഹു സൃഷ്ടിച്ച ഏറ്റവും നല്ലൊരു മഹത്തമായ സൃഷ്ടികളെ കാണാൻ കഴിയില്ല. അല്ലാഹു സൃഷ്ടിച്ച അവന്റെ അനുഗ്രഹങ്ങളുടെ പ്രതീക്ഷയാകുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തെയും അല്ലാഹു പടച്ചതാണ്. നമ്മുടെ മുന്നിലുള്ള എല്ലാം അല്ലാഹു പടച്ചതാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയാത്തത്, നമ്മൾ കാണാത്തതല്ല, അല്ലാഹു പടച്ചതാണ്. അതിനേക്കാൾ അല്ലാഹു ഏറ്റവും വലിയ ഉത്തമമായ സൃഷ്ടിയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ശരീരത്തേക്കാൾ, നമ്മുടെ മക്കളേക്കാൾ, നമ്മുടെ മാതാപിതാക്കളേക്കാൾ ഒരുപാട് സ്നേഹം നമ്മൾ കൊടുക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ? എന്തുകൊണ്ടാണ് എല്ലാവരേക്കാളും നമ്മുടെ സ്വശരീരത്തെക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടണമെന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയോ? ആരും സഹായിക്കാനില്ലാത്ത പരിഭ്രാന്തിയുടെ പലതിലേക്ക് നമ്മളെ കടന്നു ചെല്ലുന്ന ഒരു നിമിഷമുണ്ടല്ലോ, ഒരാൾക്ക് പോലും സംസാരിക്കാൻ കഴിയാത്ത, ആരും പരസ്പരം സഹായിക്കാത്ത, ഒരാൾക്ക് പോലും ഒരു സഹായം, ഒരു പുഞ്ചിരി കൊണ്ട് പോലും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത അവിടെ സഹായിക്കാനുള്ളത്, നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാനുള്ളത് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ മഹാനായ ഹുസൂരി ഇമാം റളിയല്ലാഹു തആല പറഞ്ഞത്, ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമീ. എല്ലാവരുടെയും ആശ്രയം ഹബീബായ
മഹാനായ സൗബാൻ റളിയല്ലാഹു തആല എപ്പോഴും പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ മുത്തുനബിയെ തിരക്കാറുണ്ട്, നബിതങ്ങളെ കാണാറുണ്ട്. നബിതങ്ങൾ ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു ഭാഗത്തിന് നബിതങ്ങളെ കണ്ടിട്ടില്ല എങ്കിൽ നബിതങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടേക്ക് പോകുന്ന ഒരു സ്വഭാവ രീതിയായിരുന്നു സൗബാൻ റളിയല്ലാഹു തആല ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം കാരണത്താൽ അവിടുത്തോടുള്ള അനുരാഗം കാരണത്താൽ ശരീരം വല്ലാതെ വരഞ്ഞിട്ട് വല്ലാതെ ശോഷിച്ചു പോയൊരു അവസ്ഥയായിരുന്നു സൗബാൻ റളിയല്ലാഹു തആല ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഹബീബായ നബിതങ്ങളോട് സൗബാൻ ചോദിക്കുന്ന റസൂലേ, യാ റസൂലല്ലാഹ്, സ്വർഗീയലോകത്തേക്ക് കടന്നിരിക്കുന്നല്ലോ, സ്വർഗീയലോകത്ത് ഉന്നതമായ വിധാനങ്ങൾ വിരാജിക്കുന്ന സമയമുണ്ടല്ലോ. നാളെ അല്ലാഹു സ്വർഗീയലോകത്ത് ഏറ്റവും വലിയ കിരീടം ലഭിക്കുന്ന അങ്ങേക്കല്ലേ റസൂലേ, ഏറ്റവും കൂടുതൽ പദവിയുള്ളത് അങ്ങേക്കല്ലേ നബിയേ. ആ സമയത്ത് ഈ പാവപ്പെട്ട സൗഭാഗ്യമുണ്ടല്ലോ, ഞാൻ സ്വർഗത്തിലാണെങ്കിൽ ആ സ്വർഗത്തിൽ പക്ഷേ ആ സ്വർഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അങ്ങെത്രയോ സ്വർഗത്തിന്റെ ഉന്നതமான വിരാജിക്കുന്നയാളായിരിക്കാം, ഉന്നതമായ പദവിയിലേക്കുന്നയാളല്ലേ. ഈ പാവപ്പെട്ട സൗഭാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ എത്രയോ ഏതോ ഒരു അടുത്തലാണ് ഈ സൗഭാൻ കാണുന്നത് റസൂലേ. ആ സമയത്ത് അങ്ങയോടൊപ്പം ഈ കാണുന്നത് പോലെ അങ്ങയുടെ മുന്നിൽ കാണാൻ കഴിയുമോ റസൂലേ? അങ്ങനെ കാണാൻ കഴിയുമോ നബിയേ? ആ സ്വർഗത്തിലേക്ക് അങ്ങയുടെ അടുക്കലും ഇതുപോലെ ഇരിക്കാനൊക്കെ സാധിക്കുമോ എന്ന് പറഞ്ഞ് പൊട്ടിക്കാരൻ്റെ സൗഭാൻ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകരോട് സങ്കടം പറയുമ്പോൾ, പ്രവാചകനോട് പരാതി പറയുമ്പോഴാണ് ആ സമയത്താണ് പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളുമായി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് കടന്നു വരികയാണ്. എന്നിട്ട് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോട് കേൾപ്പിക്കുകയാണ്, വമൻ യുതിഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീൻ വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളാണ് സൗബാൻ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് സങ്കടം പറയുമ്പോഴാണ് ഈ ആയത്തുകളുള്ളത്. എന്താണ് ആയത്തിന്റെ അർത്ഥം അറിയോ? ആരാണ് നബിതങ്ങളെ വെളിപ്പെടുന്നത്? ആരാണ് നബിയെ പിൻപറ്റുന്നത്? ആരാണ് നബിയെ സ്നേഹിക്കുന്നത്? അത്തരക്കാരായ ആളുകളുണ്ടല്ലോ, അവർക്ക് സങ്കടങ്ങളില്ല, അവർക്ക് പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്, ഫൗലൈക മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീൻ വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അവർ നാളെ പരലോകത്ത് നാളെ മാസങ്ങൾ അമ്പിയാക്കളോടൊപ്പമാണ്, അവർ നബിമാരോടൊപ്പമാണ്, അവർ സ്വാലിഹീങ്ങളോടൊപ്പമാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൗബാൻ റളിയല്ലാഹു തആല ആയ സങ്കടം ബോധിപ്പിക്കുമ്പോൾ ഈ ആയത്താണ് വഹസന ഉലൈക റഫീഖാ. അവരാണ് ഏറ്റവും നല്ല കൂട്ടുകാരെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇതുപോലെ എനിക്ക് സ്വർഗത്തിൽ അങ്ങേക്ക് കാണാൻ കഴിയുമോ എന്ന് ആവലാതി ബോധിപ്പിച്ചപ്പോൾ ആ സമയത്ത് ഇറങ്ങിയ ആയത്താണ്. ആരാണ് റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നത്? ആരാണ് പിൻപറ്റുക? ആരാണ് ഏറ്റവും സ്നേഹിക്കുന്നത്? മുത്തനബിക്ക് വേണ്ടി ആരാണ് തന്റെ ജീവിതം മാറ്റിവെക്കുന്നത്? അത്തരക്കാരായ ആളുകളാണ് പരലോകത്തവർ നബിമാരോടൊപ്പമാണ്, പ്രവാചകരോടൊപ്പമാണ്, അവർ സ്വാലിഹീങ്ങളോടൊപ്പമാണെന്നുള്ള വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ടാണ് നമ്മൾ മൗലിദ്, അതുകൊണ്ടാണ് നമ്മൾ ധാരാളമായി നമ്മൾ സ്വലാത്ത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് റബീഉൽ അവ്വലൊക്കെ വരുമ്പോൾ നമ്മുടെ വീടുകളിൽ മൗലിദ് വന്നതും നമ്മുടെ പള്ളികളൊക്കെ അനുകരിക്കുന്നതും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നതും മൗലിദിന് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം നിബന്ധനകളുടെ പ്രകീർത്തന സദസ്സുകൾ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമ്മളെ കഴിയുന്നത് എത്രത്തോളമാണോ നമ്മൾ ചെയ്തു കൊടുക്കാം. അതിൽ യാതൊരുവിധ അലസതയും ഒരു അലംഭാവം അതിൽ പാടില്ല. കാരണം നമ്മളിങ്ങനെ ഇരിക്കുന്നതും ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സനാതന മൂല്യങ്ങൾ
കാര്യങ്ങളുമായി നമ്മുടെ ജീവിത രീതികളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നതിനൊക്കെ കാരണം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള നിബന്ധനകളാണ്, നമുക്ക് അവലംബമാക്കാനുള്ള നിബന്ധനകളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കടന്നു വരുമ്പോൾ ആ നിബന്ധനകളോടുള്ള അളവറ്റ അവാച്യമായ ആ ഒരു സ്നേഹം കൊണ്ടാണ് നമ്മുടെ പള്ളികൾ അലങ്കരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഒഴുകുന്നത്. അതുകൊണ്ടാണ് അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം നമുക്ക് ഇവർക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹബ്ബ്, ആ നബിതങ്ങൾക്ക് തിരിച്ച് നമ്മളോടുള്ള ഹബ്ബ് കിട്ടാനുള്ള പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ നമ്മൾ നടക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ കഴിയുന്നിടത്തോളം നമുക്ക് ചെയ്യാനുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു. അത് നമ്മുടെ ഉജീനമാണെങ്കിൽ സീനടിയാണെങ്കിൽ അങ്ങനെ ഏതെല്ലാം നിലയിൽ നമുക്ക് സഹായിക്കാൻ കഴിയും അതൊക്കെ നമ്മൾ സഹായിച്ചു കൊടുക്കണം. കാരണം ഇതിന്റെ എല്ലാം നേട്ടം ഈ ലോകത്ത് നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്ന ഇതിനേക്കാളുമൊക്കെ ഭയാനകരമായ ലോകമുണ്ട്. ആ ലോകത്തൊക്കെ നമുക്ക് ശഫാഅത്ത് കിട്ടാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ തിരിച്ചറിയാനൊക്കെ ഒരു കാരണമാണ് ഈ സഹസ്രങ്ങളും സ്വലാത്തുകളും എല്ലാം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞത് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഞാനും എന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചൊല്ലണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്താണെന്നറിയോ? ഇല്ലാ നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിക്കാൻ ആ സ്വലാത്ത് ഒരു കാരണമാണ്. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു പുള്ളി വീഴുന്നതാണ്. ഒരു പുള്ളി അവന്റെ ഹൃദയത്തിൽ വീഴുന്നത്, ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു പുള്ളി വീഴും. രണ്ടാമത് ചെയ്യുമ്പോൾ അങ്ങനെ വീണ്ടും ഓരോ പുള്ളി വീഴും, അവന്റെ ഹൃദയം ഇങ്ങനെ കറങ്ങുന്നതാണ്. അപ്പോൾ ആ സ്ഥലത്ത് അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ധാരാളം സ്വലാത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എങ്കിൽ അവന്റെ ഹൃദയം ആ സ്വലാത്ത് കാരണം പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവന്റെ പാപങ്ങളെ കുറയ്ക്കപ്പെടാൻ ആ സ്വലാത്ത് കാരണമാണല്ലോ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ചെയ്യുന്ന സ്വലാത്തിനകത്ത് അവന്റെ പാപങ്ങളെ കുറയ്ക്കപ്പെടാൻ കാരണമാണ്, അവന്റെ ദർജ വർദ്ധിക്കാൻ കാരണമാണ്. സ്വലാത്തിൽ നിന്ന് ആളുകളെ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കുന്നതാണ് മഹ്ശർ. കാരണം അവർക്ക് മുഖത്തിൽ പ്രത്യേക പ്രകാശമുണ്ടാകും. ആ സ്വലാത്ത് കാരണം രക്ഷപ്പെട്ടു പോകുന്ന എത്ര ആളുകളുണ്ട്. പ്രവാചക പ്രകീർത്തനം കൊണ്ട് രക്ഷപ്പെട്ടു പോയ ആളാണ് മഹാനായ അബൂ സുലൈമാൻ റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ടവർക്ക് രോഗം ബാധിച്ചു, പല രീതിയിൽ ചികിത്സാർത്ഥിയുടെ മാറാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവിടുത്തെ മദ്ഹുകൾ എഴുതിയാണ് ബുർദ. അത് കാരണമാണ് അവിടുത്തെ രോഗം ശിഫായത്. ആ ബുർദയാണ് കേരളത്തിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയും എല്ലാവരും അവലംബമാക്കിയത് മുത്തുനബിയാണ്. നമ്മൾ നിസ്കരിച്ചിട്ട് നമ്മൾ ദുആ ചെയ്യാറുണ്ടല്ലോ. നമ്മൾ ആ ദുആ ചെയ്യുന്ന സമയത്ത് സ്വലാത്ത് ചെല്ലാതെ ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ ആ ദുആ നമുക്ക് സ്വീകാര്യമല്ല, അല്ലാഹു സ്വീകരിക്കില്ല. ദുആ സ്വലാത്ത് ചെല്ലാതെ തുടങ്ങുന്ന ദുആ എങ്ങനെയാണ് അല്ലാഹു സ്വീകരിക്കുക? ദുആന്റെ മാനദണ്ഡമാണ് ഹംദ് വേണം, അൽഹംദുലില്ലാഹ് പറയണം. രണ്ടാമത്തെ നിബന്ധനകൾക്ക് വേണ്ടി സ്വലാത്ത് നിർബന്ധമായി സ്വീകരിക്കണം, അപ്പോഴാണ് ആ ദുആ സ്വീകരിക്കുക. അതുപോലെ ദുആ തീരുന്ന സമയത്ത് സ്വലാത്ത് നമ്മൾ ആ ദുആയെ അവസാനിപ്പിക്കണം, അപ്പോഴാണ് ആ ദുആ സ്വീകരിക്കുക. അതേപോലെ ദുആ സ്വീകരിക്കുക. അപ്പോൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനം മുഹമ്മദ് നബിയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി നമ്മൾ ധാരാളം സ്വലാത്ത് ചൊല്ലണം. നാല് മലക്കുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് മുത്തുനബിയോട് പറയുന്നു, ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളോട് പറയുന്നു, നബിയേ അങ്ങയുടെ മേൽ 10 സ്വലാത്ത്, അങ്ങയുടെ മേൽ ദിനമായി മുടക്കമില്ലാതെ 10 സ്വലാത്ത് ഒരാളെ ചെല്ലുന്നു കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്, നാളെ സിറാത്ത് പാലത്തിലൂടെ അവൻ കടന്നു പോകുന്ന ഒരു സാധനം കടന്നു വരുമ്പോ അവന്റെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ എന്നെ വേഗത്തിൽ കൊണ്ടുപോകും റസൂലേ.
ജിബ്രീൽ ഒരു 10 സ്വലാത്തിനുള്ള സമയങ്ങൾ 1 മിനിറ്റ് നമുക്ക് കാണാം. ആ 10 സ്വലാത്ത് ചൊല്ലിയാൽ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത് അവന്റെ കൈ പിടിച്ചുകൊണ്ട് നാളെ സിറാത്ത് പാലത്തിലൂടെ മുന്നിൽ വരുന്നത് ഞാൻ കടന്നു പോകുന്ന നിങ്ങളോട് പറയാം. ഒരു 10 സ്വലാത്ത് നമ്മൾക്ക് ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഹതഭാഗ്യരായ ആളുകൾ നമ്മുടെ നിസ്കാരങ്ങൾ എടുത്ത് നോക്കിയാൽ സ്വീകരിക്കപ്പെട്ടോ അല്ലെങ്കിൽ ബാധ്യതയോ അറിയില്ല. നമ്മുടെ നോമ്പാണെങ്കിൽ അതിൽ എത്രത്തോളം വീഴ്ച വന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. നമ്മുടെ ഹജ്ജുകളാണെങ്കിൽ ഉംറകളാണെങ്കിൽ സ്വതകളാണെങ്കിൽ ഏത് പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാലും അത് സ്വീകരിച്ചു എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. അപാകതകൾ ഏറെയാണ്. എന്നാൽ നേരെ മറിച്ച് സ്വലാത്തിന്റെ വിഷയം എടുത്തു നോക്കിയാൽ ആ സ്വലാത്ത് തെറ്റ് വന്നാലും തെറ്റ് വന്നില്ലെങ്കിലും അത് പരിപൂർണമായി സ്വീകരിക്കും. ആ സ്വലാത്തിന്റെ പിന്നിൽ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിനെ വർദ്ധിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഊഴ കഴിഞ്ഞ് രണ്ടാമതായി മഹാനായ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു പറഞ്ഞു, അന അസ്തീഹി മിൻ ഹൗദിക. നബിതങ്ങൾക്ക് വേണ്ടി അല്ലാഹു പ്രത്യേകമായി സംവിധാനിച്ച, അല്ലാഹു പ്രത്യേകമായി സമ്മാനിച്ച ഹൗദുൽ കൗസർ, ആ കൗസർ അവർ ഞാൻ കുടിപ്പിക്കുമെന്ന് മഹാനായ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാം. ദിവസം ഒരു 10 സ്വലാത്ത് ചൊല്ലിയാൽ മതി. മൂന്നാമതായി മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അന അസ്ജുദുല്ലാഹ തആല ലം യർഫഅ റഅസി ഹത്താ യഗ്ഫിറ അല്ലാഹു തആല ലഹു. ദിനം ഡെയിലി 10 സ്വലാത്ത് ചൊല്ലി വരുന്ന മനുഷ്യൻ അവൻ ആവശ്യത്തിലേക്ക് വരുമ്പോൾ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നത് വരെ ഞാൻ സുജൂദിൽ കിടക്കുമെന്ന് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാം. ശേഷം ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അന അഖ്ബദു റൂഹഹു കമാ അഖ്ബദുൽ അർവാഹൽ അംബിയാ. അംബിയാക്കളുടെ റൂഹിനെ എങ്ങനെയാണോ ഞാൻ പിടിച്ചത്, നബിമാരുടെ ആത്മാവിനെ എങ്ങനെയാണോ ഞാൻ പിടിച്ചത്, എത്രത്തോളം മാർദ്ദവമുള്ള നിലയിലാണ് ഞാൻ പിടിച്ചത്, അതുപോലെ 10 സ്വലാത്ത് ഡെയിലി ദിവസവും ചൊല്ലി വരുന്ന ആളുടെ റൂഹിനെ ഞാൻ പിടിക്കുമെന്ന് മഹാനായ ഖാബിദുൽ അർവാഹ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയാം. ദിവസം ഒരു 10 സ്വലാത്ത് എന്ന വിഷയം പറയുന്നത് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ആയത്തിൽ നമ്മൾ പരിചിതനം നടത്തി നോക്കുമ്പോൾ അല്ലാഹു ഞാനും എന്റെ മലക്കുകളും ഒക്കെ ചെല്ലുന്ന പ്രവർത്തനം എന്ന് അല്ലാഹു ഖുർആനിലൂടെ എടുത്തു പറഞ്ഞ വേറൊരു ഇബാദത്ത് നമുക്ക് കാണാൻ കഴിയില്ല. സ്വലാത്ത് സ്വീകരിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്, യാതൊരു സംശയത്തിലില്ല. അതിലൊരു സംശയമില്ല. സ്വലാത്ത് ചൊല്ലിയാൽ സ്വീകരിക്കപ്പെടുന്നത് തന്നെ ചെയ്യും. ഒരു സ്വലാത്ത് ഇല്ല 10 നന്മ അവന് രേഖപ്പെടുത്താറ്, 10 നന്മ വായിക്കപ്പെടുകയാണ്. ഈ ഒരു 10 സ്വലാത്ത് ചെല്ലാനാണ് നമുക്ക് കഴിയാത്തത്. എത്രയോ റബീഉൽ അവ്വൽ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. റബീഉൽ അവ്വൽ കഴിഞ്ഞ് വീണ്ടും അടുത്ത വർഷം വീണ്ടും വരെ നമ്മൾ നടന്നു പോകുന്നു. ഇതിലൂടെ ആ രംഗങ്ങളെ പൊരുത്ത് നമുക്ക് കിട്ടണം. കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ പടപ്പാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ആ നബിതങ്ങളുടെ അനുയായികളാണ് നമ്മൾ. അതിനേക്കാൾ നമുക്കുള്ള ഒരു പവർ പോഴ്ചയൊന്നും മറ്റുള്ള സമുദായത്തിനില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവേ ആ മുഹമ്മദ് നബിയുടെ ഒരു ഉമ്മത്ത് അവനിക്ക് ഭാഗ്യം ലഭിക്കണം. എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. നമുക്ക് നമ്മുടെ വില അറിയാത്തത് കൊണ്ടാണ്, നമുക്കറിയാത്തത് കൊണ്ടാണ് അല്ലാഹു നമുക്ക് നൽകി ഏറ്റവും വലിയ ഖൈറുൽ ഉമ്മത്താണ് നമ്മൾ ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏത് സമുദായം വന്നാലും അല്ലാഹുവിന്റെ നാളെ പരലോകത്ത് എല്ലാ സമുദായം കടന്നു വരുമ്പോഴും ഏറ്റവും അവസാനം കടന്നു വരുന്ന സമുദായമാണ് മുഹമ്മദീയ സമുദായം. നമ്മളൊക്കെ ഏറ്റവും അവസാനം കടന്നു വരും. എന്നാൽ ആദ്യമായി വിചാരണ ചെയ്യുന്നത് നമ്മളെ, ഏറ്റവും അവസാനം വരുന്നതും ആദ്യമായി വിചാരണ ചെയ്യുന്നത് നമ്മളെ. അല്ലാഹു ഹിസാബില്ലാതെ നിബന്ധനകളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളെ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മൾ ചെയ്യുന്ന സ്വലാത്തുകളും മൗലിദുകളും എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. അതിനുവേണ്ടി ആരെല്ലാം ഏതെല്ലാം നിലയിൽ സഹായിച്ചിട്ടുണ്ടോ, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി നല്ല വാക്ക് പറഞ്ഞവരാണെങ്കിലും അല്ലാഹു ആ മുത്തനബിയുടെ പൊരുത്തം അവർക്ക് നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ മദ്രസയുടെ പരിപാടികൾ ഞായറാഴ്ച ദിവസം വരുന്ന ഞായറാഴ്ച ഇവിടെ വെച്ച് നടക്കും. അതിനുള്ള സജ്ജീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ അതിനുവേണ്ടി സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ.
ഇപ്പൊ എല്ലാവരും ഉണ്ടാകണം. ആ പരിപാടിക്ക് നമ്മുടെ പള്ളിയിൽ പരിപാടി നടക്കുമ്പോൾ അതിനെ വിജയിപ്പിക്കേണ്ടത് നമ്മളാണ്. അതിനുവേണ്ടി അതിനെ വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ, അത് ശാരീരികമായിട്ടാണെങ്കിൽ അങ്ങനെ, സാമ്പത്തികമായിട്ടാണെങ്കിൽ അങ്ങനെ, അതിനൊരു കുറവ് വരാൻ പാടില്ല. ഏതെല്ലാം നിലയിൽ നമുക്ക് സഹായിക്കാൻ കഴിയും ആ സഹായങ്ങളൊക്കെ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. അതുപോലെ തിങ്കളാഴ്ച ദിവസമാണ് റാലി ഉണ്ടാവും. അതിനും എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം ഉണ്ടാകണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെയൊക്കെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. അതിനൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ കുറെ ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ. ഒരു ഓപ്പറേഷൻ ചെയ്ത സഹോദരി ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഒരു കുഴപ്പമില്ലാതെ എനിക്ക് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. അതുപോലെ മറ്റൊരു സഹോദരിയും അതുപോലെ 18-ാം തീയതി ഓപ്പറേഷന് വിധേയമാവുകയാണ്. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. ആഫിയത്തും ആരോഗ്യം അള്ളാഹു നടത്തി കൊടുക്കട്ടെ. അത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളോടെ നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ ഭാര്യ, മക്കൾ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി